ജീവിതം നമ്മെ പലപ്പോഴും തളർത്തും. നമ്മൾ കഠിനമായി പരിശ്രമിച്ചിട്ടും ചിലപ്പോഴെങ്കിലും പരാജയം മാത്രം ലഭിക്കും. ആ സമയത്ത് തോന്നും, ഇനി എനിക്ക് കഴിയില്ല. പക്ഷെ സത്യം ഇതാണ്, വിജയമെന്നത് തോൽവിക്ക് ശേഷം ജനിക്കുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മെ വിജയിപ്പിക്കുന്നതല്ല, തോൽവികൾ തന്നെയാണ്. ഇന്ന് നാം കാണുന്നത് തോൽവിയെ വഴിയാക്കി വിജയത്തിന്റെ തീരം തൊട്ട മനുഷ്യരുടെ കഥയാണ്. അനീഷ് സാധാരണ യുവാവ്, വലിയ സ്വപ്നങ്ങൾ, വലിയ പ്രതീക്ഷകൾ. പക്ഷേ യാഥാർത്ഥ്യം കഠിനം. തുടർച്ചയായ പരാജയങ്ങൾ, ജോലി ലഭിക്കാതെ നിരാശ. ഒരു ദിവസം അയാൾ എഴുതിവെച്ചത്, എൻ്റെ ജീവിതം ഒരു തോൽവിയുടെ പട്ടികയാണ്. പക്ഷേ അതായിരുന്നു തുടക്കം. ഒരിക്കൽ അയാൾ തൻ്റെ മനസ്സിൽ ചോദിച്ചു, ഞാൻ എത്ര തവണ വീണു എന്ന് നോക്കേണ്ട, എത്ര തവണ എഴുന്നേറ്റു എന്ന് നോക്കണം. അനീഷ് തോൽവിയെ പഠനമായി മാറ്റി. ഒരൊറ്റ സ്വപ്നം അവൻ്റെ മനസ്സിൽ, ഒരിക്കലെങ്കിലും വിജയിക്കണം. അനീഷ് ഇനി വേറെ മനുഷ്യൻ, തോൽവിയിൽ നിന്ന് കരുത്തു ശേഖരിച്ചവൻ. ഓരോ രാത്രിയും അയാൾ എഴുതും, ഇന്നലെ തോൽവി, ഇന്ന് ശ്രമം, നാളെ വിജയം. വിജയം എന്നതൊരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ്. ഓരോ ദിവസം അല്പം മുന്നോട്ട് നീങ്ങുന്ന പ്രക്രിയ. അവൻ പഠിച്ചു, വിജയത്തിന്റെ രഹസ്യം അത്ഭുതമല്ല, ധൈര്യമാണ്. ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയത്തോടുകൂടി മുന്നോട്ടു പോകുവാനുള്ള തീരുമാനം. തോൽവി ഒരു ശത്രുവല്ല, അത് ഒരു ഗുരു. വിജയിക്കാനായി നമ്മെ തയ്യാറാക്കുന്ന ശക്തമായ പരീക്ഷയാണത്. പഠനത്തിൽ, ജോലിയിൽ, ബന്ധങ്ങളിൽ, എവിടെയും നമ്മൾ വീഴാം. പക്ഷെ വീണാൽ നിൽക്കുക എന്നത് മനസ്സിന്റെ ശക്തിയിലാണ്. ജീവിതം നമ്മോട് ചോദിക്കുന്നു, നീ പിന്നെയും ശ്രമിക്കുമോ? മിക്കവരും ആ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നു. പക്ഷെ വിജയികൾ, അവർ മറുപടി പറയുന്നു. അവർ പറയുന്നു, അതെ, ഞാൻ വീണ്ടും ശ്രമിക്കും. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അനീഷ് വിളി കേട്ടു. അവൻ അപേക്ഷിച്ചിരുന്ന കമ്പനിയിൽ നിന്നും. ഇന്റർവ്യൂ വിജയിച്ചു, ജോലി ലഭിച്ചു. അയാൾ കരഞ്ഞു. തോൽവിയോട് പറഞ്ഞത്, നന്ദി, നീ എന്നെ ശക്തനാക്കി. നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലും ആ അനീഷുണ്ട്. നമ്മൾ വീഴുമ്പോൾ, നിൽക്കുമ്പോൾ, ഒരിക്കലെങ്കിലും മുന്നോട്ടു പോകുമ്പോൾ, അത് തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം. ഓർമ്മിക്കുക, തോൽവിയില്ലാതെ വിജയമില്ല, വേദനയില്ലാതെ വളർച്ചയില്ല, സംഘർഷമില്ലാതെ ശക്തിയില്ല. ജീവിതം ഒരു മത്സരമല്ല, അതൊരു യാത്രയാണ്. വീഴലുകൾ ആ യാത്രയുടെ ഭാഗമാണ്. അതിലൂടെ നമ്മൾ വളരുന്നു. ഒരിക്കൽ തോറ്റവൻ 100 തവണ വിജയിക്കും, അവൻ വീഴുമ്പോൾ നിന്നുപോകാത്തവരാണെങ്കിൽ. അതിനാൽ തോൽവിക്ക് ഭയപ്പെടരുത്, തോൽവിയെ സ്വീകരിക്കുക. അത് തന്നെയാണ് വിജയത്തിന്റെ ആദ്യ പടവെട്ട്.